അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് റെസിപ്പി ചോദിച്ച ഒരു ഐറ്റംസാണ് കായലുവ. അപ്പോൾ കായലുവേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഇതാ 2 കിലോ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കണം നോക്കിയിട്ട്. പഴുപ്പ് കുറഞ്ഞാൽ ചവർപ്പും ഉണ്ടാകും, പിന്നെ കായലുവ ശരിയായും ചെയ്യില്ല. അപ്പോൾ അതിതാ ചെറുതായി അരിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇതാ ലാസ്റ്റത്തെ ഇതിലേക്ക് ഞാൻ 4-5 ഏലക്കായും പിന്നെ 3 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അടിച്ചിട്ട് ഇതാ അടുപ്പ് തീ കത്തിച്ചിട്ട് അതിലേക്ക് നല്ല കട്ടിയുള്ള എന്തെങ്കിലും പാത്രം വെക്കണം. ഞാൻ ഉരുളിയാണ് വെച്ചത്. ഉരുളിയൊക്കെ ആണെങ്കിൽ നല്ലതാണ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ തുടരെ ഇളക്കണം. 1 മണിക്കൂർ കറക്റ്റാണ് ഇതിങ്ങനെ ഇളക്കിയിട്ട് എടുക്കണം. ഈ സമയത്ത് അത് തിളച്ച് വരുമ്പോഴില്ലേ കൈക്ക് നല്ല പോലെ തെറിക്കും, കൈക്കും മുഖത്തും എല്ലടിക്കും തെറിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇതാ ഇങ്ങനെ കുറഞ്ഞ് വരും. ആദ്യം ഒഴിക്കുമ്പോൾ നിറച്ചുണ്ടായിട്ടില്ലേ, ഇപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞ് വന്നിട്ട് സെറ്റായി കിട്ടും. എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും കായലുവേൻ്റെ റെസിപ്പി ഇടുമെന്ന് വെച്ചിട്ട്. എനിക്ക് എല്ലാ വീഡിയോസും നിങ്ങൾ ചോദിക്കുന്ന ഓരോ വീഡിയോസും എനിക്ക് ഇട്ട് തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്നും ഇടാത്തത്. അങ്ങനെ ഇതാ ഏകദേശം ഈ ഭാഗത്തിലേക്ക് എത്തുമ്പം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ വേണമെങ്കിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. ഞാൻ രുചി ഗോൾഡിൻ്റെ ഓയിലാണ് ഞാൻ ചേർത്തത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ 1/2 കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇളക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം. അത് മെല്ലെ അന്ന് യോജിപ്പിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഫുള്ള് ഇങ്ങനെ തെറിക്കും. അങ്ങനെ ഇതാ ഞാൻ ബാക്കി 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. അത്ര പഴം അധികമാക്കുന്നോ അത്രയും ടൈം എടുക്കുകയും ചെയ്യും കേട്ടോ. ഇതിപ്പം 2 കിലോ പഴമാണ്, അതുകൊണ്ട് പിന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് മിൽമ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും 2 കപ്പ് എണ്ണ ഇതിലേക്ക് ചേർക്കണം. ഞാൻ ചേർത്തിട്ടില്ല, 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഫുള്ളും ഇതുപോലെ ഇളക്കി നല്ല ഇത് സെറ്റായിട്ട് വരൂലേ, ആ ടൈമിൽ നമുക്ക് കപ്പ് എണ്ണയോളം തിരിച്ച് ഇത് ഇങ്ങോട്ട് തന്നെ കിട്ടും. അത് സെറ്റായിട്ട് വന്നാൽ അതിലേക്ക് തെളിഞ്ഞ് എണ്ണ വരും. അതാണ് അതിൻ്റെ പാകം. ഞാൻ പിന്നെ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. ആ എണ്ണ ഒഴിച്ചാൽ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു. പിന്നെ ഉപകാരത്തിനൊന്നും ഉണ്ടാവില്ല അത്. അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഇതാ ഞാൻ അതിലേക്ക് അണ്ടിക്കണ്ണില്ലേ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അത് സെറ്റാക്കേണ്ട പാത്രത്തിലേക്ക് മിൽമ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. എന്നിട്ട് വെളുത്തുള്ളില്ലേ അത് കുറച്ച് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കായലുവ സെറ്റായിട്ട് എണ്ണയിലൊന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലൊന്ന് കോരി മാറ്റാം. ആ ഉരുളീൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചത് ഇതാ ഇതുപോലെ സ്പൂണിൽ ആ തീമ വെച്ചിട്ട് തന്നെ കോരിയെടുത്താൽ വേഗം കിട്ടും. മറ്റത് ഉണങ്ങിയാൽ സെറ്റായിട്ട് പിന്നെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ അത് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പിന്നെ ഒരു മുട്ടായിൻ്റെ എല്ലാം ഇതുണ്ടാവും. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളുത്തുള്ളം കൂടി ഇട്ടിട്ട് 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. തണിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടാൻ കളിക്കുന്നുണ്ട്. പക്ഷെ ഇത് വീഴൂല, കൈ കൊണ്ട് തന്നെ എടുക്കണം. അങ്ങനെ ഞാനിതാ കൈ കൊണ്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. ഇനി കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഓരോ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അടിപൊളി ടേസ്റ്റാണ്. ഒരു പേടിയും കൂടാതെ നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് തിന്നാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഏതിൻ്റെ റെസിപ്പിയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ കമൻറ്റ് ഇടുക. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓരോ റെസിപ്പിയും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ ഒരുപാട് പേരുടെ സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൽവയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായി പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.